നിത്യനായ നല്ല കർത്താവേ, തിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ മീറ്റിംഗ് ആരംഭിക്കുന്ന ഈ നിമിഷത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ കൃപ അനുഭവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ധാരാളമായ കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരൊക്കെ കയറുന്നു അവർക്കൊക്കെ ഇതിൽ വലിയ വിടുതലും സന്തോഷവും സമാധാനവും വിടുതലും സൗഖ്യവുമായി തീരുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരനിട്ട് സഹായിക്കണമേ. എൻ്റെ പ്രിയ മകളെ നീ ബലപ്പെടുത്തണമേ. കർത്താവിൻ്റെ ദാസനെ ശക്തീകരിക്കണമേ. ഇതിനകത്ത് കയറുന്നവരെ എല്ലാം ഒരുപോലെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. പ്രാർത്ഥന കടന്നാൽ സ്തോത്രം. യേശു തമ്പുരാന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്കൊരു പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. കടന്നു വരുന്നവർ വേഗം കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവ് കൂട്ടി വരുത്തട്ടെ. ക്ലൈമറ്റൊക്കെ നമുക്ക് അനുകൂലമാക്കി പരിശുദ്ധാത്മാവ് തീർത്തല്ലോ. എല്ലാറ്റിനും കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. ഒരു നാരകമെന്ന വണ്ണം വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേശുവിനെ. വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേശുവിനെ. വാഴ്ത്തുമേ എന്റെ പ്രിയരെ ജീവകാലമെല്ലാം ഈ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ. നന്ദിയോടെ ഞാൻ പാടിടുമേ. പനിനീർ പുഷ്പം ശാരോനിലവൻ താമരയുമേ താഴ്വരയിൽ വിശുദ്ധരിലതി വിശുദ്ധരവൻ മാ സൗന്ദര്യ സമ്പൂർണനെ. വിശുദ്ധരിലതി വിശുദ്ധരവൻ മാ സൗന്ദര്യ സമ്പൂർണനെ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ. നന്ദിയോടെ ഞാൻ പാടിടുമേ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ. പഴിദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ. പഴിദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ. നന്ദിയോടെ ഞാൻ പാടിടുമേ. ബലക്ലേശതരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുകരം നീട്ടിയെടുത്തടച്ചു. ഭയപ്പെടേണ്ട എന്നുരച്ചവനെ. തിരുകരം നീട്ടിയെടുത്തടച്ചു. ഭയപ്പെടേണ്ട എന്നുരച്ചവനെ. വാഴ്ത്തുമേ
ഗോഡ്. ഹാലേലൂയ. ഷാരോനിലെ പനിനീർ പുഷ്പം. ഹാലേലൂയ. വിശുദ്ധരിൽ അതിവിശുദ്ധനവൻ. ഹാലേലൂയ. പകർന്ന തൈലം പോലുള്ള നാമമുള്ളവൻ. ഹാലേലൂയ. സകല നാമത്തിന് മേലായ നാമം. ഹാലേലൂയ. കർത്താവിന് വേണ്ടി നമ്മൾ നിന്ന സഹിക്കുമ്പോൾ, നമ്മൾ കഷ്ടത സഹിക്കുമ്പോൾ, നമ്മൾ ദുഷികളിലൂടെ പഴികളിലൂടെ കടക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസന നമ്മളിൽ നിന്ന് പുറപ്പെടും. ആ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കും. നിമക്കളെ, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുമ്പോഴാണ് ആക്ച്വലി ആ സുഗന്ധം നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത്. ഉദാലക ശന്തര ദിഘോ രഹസ്യാന്തര. ഇന്ന് ഈ പാട്ടിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വചനമാണ് പരിശുദ്ധാത്മാവിന്റെ രാത്രി നമുക്ക് ധ്യാനിക്കാനായിട്ട് തന്നേക്കണേ. ഹലബശ ഖറബ. നമുക്ക് വേഗം ആ വചനത്തിലേക്ക് കടക്കാം. ഹാലേലൂയ. ഒരു നിമിഷം കർത്താരദാസനെ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചോട്ടെ. ഹുഡാരാശാന്തര റിക്കോ റസ്യാന്തര റിഖാരലബാശാന്തരെ റിക്കോ റസ്യാന്തര ഓ റിഖാബാസ്യാന്തരെ റിക്കോ റബശാന്തരെ ദിഘോ രഗലഗശാന്തര. Hallelujah. Holy God, praise you, Jesus. Urara shatere rico rasiandara urabara dikalara laba shatere rico rasiandara rabako rabaritike uridibiko rasiandara rico rasiandara rico ralabashandare urikala basiandare rico rasiandara. ഓക്കെ, നമുക്ക് വചനത്തിലേക്ക് കിടക്കാം. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നമുക്ക് തന്നേക്കണ വചനം സോങ് ഓഫ് സോളമൻസ് ഇന്ന് ആരും അങ്ങനെ പൊതുവെ ശുശ്രൂഷിക്കുന്ന ഞാൻ അധികം കേട്ടിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ രക്ഷയോടനുബന്ധിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിട്ടുള്ള ആഴമേറിയ കാര്യങ്ങൾ കിടക്കുന്നത് സോങ് ഓഫ് സോളമൻസിലാണ്. ഹല്ലേലൂയ. നമുക്കറിയാം ഇത് ശലോമാനാണ് എഴുതിയത്. ഹല്ലേലൂയ. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 8 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വേഗം വായിക്കാം. അതാ എൻ്റെ പ്രിയന്റെ സ്വരം, അവൻ മലകളിൽ മേൽ ചാടിയും കുന്നുകളിൽ മേൽ കുതിച്ചു കൊണ്ടുവരുന്നു. എൻ്റെ പ്രിയൻ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യൻ. ഇതാ അവൻ നമ്മുടെ മതിൽക്ക് പുറമേ നിൽക്കുന്നു. അവൻ കിളിവാതിലൂടെ നോക്കുന്നു, അഴിക്കിടയിൽ കൂടി ഒളിഞ്ഞു നോക്കുന്നു. എൻ്റെ പ്രിയൻ എന്നോട് പറഞ്ഞത്, എൻ്റെ പ്രിയ എഴുന്നേൽക്ക, എൻ്റെ സുന്ദരി വരിക. ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയല്ലോ. പുഷ്പങ്ങൾ ഭൂമിയിൽ കാടായി വരുന്നു. വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു. കുറുപ്രാവിൻ്റെ ശബ്ദവും നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു. അത്തിക്കായ്കൾ പഴുക്കുന്നു, മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്നു. എൻ്റെ പ്രിയെ എഴുന്നേൽക്ക, എൻ്റെ സുന്ദരി വരിക. പാറയുടെ പിളർപ്പിലും കടന്തൂക്കത്തിൻ്റെ മറവിലിരിക്കുന്ന എൻ്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കാൻ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവിൻ. എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൻ. അവൻ താമരകളുടെ ഇടയിൽ ആടുമേയ്ക്കുന്നു. വെയിലാറി നിഴൽ കാണാതെയാകുവോളം എൻ്റെ പ്രിയനെ നീ മടങ്ങി ദുർഘട പർവ്വതങ്ങളിലെ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യനായിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ ഇതിൻ്റെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് മനസ്സിലാകും. ഉഡാരാബാശാന്തര. അതിൻ്റെ 7-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പ്രിയനുമായിട്ട് അവൾക്ക് നല്ലൊരു ഇൻറ്റിമസി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതിൻ്റെ 7-ാം വാക്യം ഞാൻ വായിക്കാം. യെരൂശലേം പുത്രിമാരെ, വയലിലെ ചെറുമാനുകളാണ്, പീഡമാനുകളാണ്. പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത്. ഹല്ലേലൂയ. ആ ഇൻറ്റിമസി നിന്ന് അവൾ എന്ന് കുറച്ച് വ്യതിചലിച്ച് മാറി നിൽക്കുവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയൻ അവളായിരിക്കുന്ന ചുറ്റുവട്ടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ നോക്കുവാണ്. ഇവിടെ പ്രിയൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. ഹല്ലേലൂയ. റിഖാലാബാശാന്തര. കർത്താവ് 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷിലാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് കൊടുത്തേക്കണേ. 10-ാം അധ്യായം. My beloved spake and said unto me, Rise up, my love, my fair one, and come away. എൻ്റെ പ്രിയൻ എന്നോട് പറഞ്ഞത്, എൻ്റെ പ്രിയെ എഴുന്നേൽക്ക, എൻ്റെ സുന്ദരി വരിക. ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയല്ലോ. ഹാലേലൂയ. റിഖാലാബാശാന്തര. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഹാലേലൂയ ആ യെരൂശലേം മതിലിൻ ഉള്ളിൽ
അതായത് സഭയ്ക്കുള്ളിൽ ആയിരിക്കുന്നവരാണ്. ഹല്ലേലൂയ. ആ പ്രിയൻ ഓരോരോ കാര്യങ്ങളായിട്ട് എടുത്തു പറയുകയാണ്. ഇപ്പോഴാണ് സമയം, ഇപ്പോഴാണ് എൻ്റെ സുവിശേഷം അറിയിക്കേണ്ട സമയം, ഇപ്പോഴാണ് എൻ്റെ വചനം ഘോഷിക്കപ്പെടേണ്ട സമയം. നീ എഴുന്നേൽക്കുക, നീ ഉണരുക. ഹല്ലേലൂയ. റിഖാലബശാന്തര റിഖാരബസ്യാന്തര. നമ്മളെല്ലാവരും ഒരു കംഫർട്ട് സോണിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഹല്ലേലൂയ. റിഖാലബശാന്തര. കർത്താവിനെ ആരാധിക്കുന്നുണ്ട്, കൂട്ടായ്മ ആചരിക്കുന്നുണ്ട്, തിരുവത്താഴം എടുക്കുന്നുണ്ട്, നമ്മൾ ദശാംശം കൊടുക്കുന്നുണ്ട്, ചർച്ചിൽ പോകുന്നുണ്ട്, കർത്താവിനെ പാടി ആരാധിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്. എല്ലാം ആ വാളിന് ഉള്ളിലാണ്. ഹല്ലേലൂയ. ആ വാളിൽ നിന്ന് പുറത്തു വന്ന് ഹല്ലേലൂയ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് ഹല്ലേലൂയ കർത്താവ് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ഓ റിഖാരബശാന്തര. അതിനു മുന്നേ വരെ കർത്താവുമായിട്ട് ഹല്ലേലൂയ അവൾക്ക് നല്ലൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. റിഖാലബശാന്തര. നമ്മൾ അതിൻ്റെ 12ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ അത് കഴിഞ്ഞിട്ട് അവൾ തിരിച്ചു വരുന്നുണ്ട്. അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 12ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, പ്രിയ വരിക, നാം വെളിപ്രദേശത്ത് പോകാം, നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അവിടെ അവൾ തിരിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. പ്രിയൻ അവളെ വിളിച്ചപ്പോൾ ഹല്ലേലൂയ അവൾ, നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, ഹോറാബാര ശാന്തരേ റീഖാബാര സ്യാന്തര. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഊരാലാം. അങ്ങനെ പറഞ്ഞിട്ട് പോയ കർത്താവ് അവൾ ഇപ്പോൾ യെരൂശലേമിൽ ഒതുങ്ങുവാൻ ശ്രമിക്കുവാണ്. യെരൂശലേം നഗരം മതിൽ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു പട്ടണമാണ്, നമുക്കൊക്കെ അറിയാം. ഹല്ലേലൂയ. നമ്മൾ അതിൻ്റെ എന്താ പറയുക, ഊറാബാസ്യാന്തര സോങ് ഓഫ് സോളമൻസിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ ഹോറാബാര ഷാഖറലബ 3-ാം അധ്യായത്തിൻ്റെ 2ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ കാണാം, ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ചു, വീഥികളിലും വിശാല സ്ഥലങ്ങളിലും എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. ഹല്ലേലൂയ. അവിടെ കാവൽക്കാരുണ്ട്, ചുറ്റുമതിലുണ്ട് യെരൂശലേമിന്. ഹല്ലേലൂയ. നമ്മളിപ്പോൾ തന്നെ വാറിൻ്റെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണല്ലോ. ഹല്ലേലൂയ. അവർക്കൊരു കവേർഡ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ട് ചുറ്റും. ഹല്ലേലൂയ. ഓ റിഖാലബശാന്തര. എന്നാൽ കർത്താവ് ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? പുറത്താണ്, യെരൂശലേമിൻ്റെ പുറത്താണ്. കർത്താവ് അവളെ വിളിക്കുവാണ്, ബാ നമുക്ക് ഗ്രാമങ്ങളിലേക്ക് പോവാം, നമുക്ക് വിശാല സ്ഥലങ്ങളിലേക്ക് പോകാം, നമുക്ക് മുന്തിരിത്തോട്ടങ്ങളിലേക്ക് പോകാം, നമുക്ക് മാതളം പഴം പൂത്തോ എന്ന് നോക്കാം. ഹല്ലേലൂയ. എന്നാൽ അവൾ ഇപ്പോഴും നിൽക്കുന്നത് യെരൂശലേമിൻ്റെ ഉള്ളിലാണ്. ഹല്ലേലൂയ. വ്രിഖാലബശാന്തര. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ ഉഠാരബേശേക്കോ റസ്യാന്തര 2-ാം അധ്യായത്തിൻ്റെ 45-47 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അവിടെ കാണാം, സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ധാരാഭാഷാന്തര. അപ്പം അതിൽ നിന്ന് അവർ യെരൂശലേമിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ വസിക്കുകയാണ്. നമ്മളവിടെ വായിക്കുമ്പോൾ കാണാം, അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവർ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് അവരോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ യെരൂശലേമിലും യഹൂദിയയിലും ശമര്യയിലും ഒക്കെ പോയി നിങ്ങൾ സാക്ഷികളാകണം. ഹല്ലേലൂയ. നമ്മളോടും ഇതാണ് കർത്താവ് പറയുന്നത്. ഒരു മതിൽക്കെട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടാതെ, നമ്മുടെയൊക്കെ ആഗ്രഹം നമ്മുടെ സഭകൾ എന്താ പറയുക, ഈ മതിൽക്കെട്ടിനുള്ളിൽ നിൽക്കാനാണ് എല്ലാവരെയും. ഹല്ലേലൂയ. എല്ലാവരോടും പറയുന്നത് പുറത്തിറങ്ങി കർത്താവിൻ്റെ വേല ചെയ്യാൻ വളരെ വിരളമായിട്ടുള്ള സഭകൾ മാത്രമാണ് എൻകറേജ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം മാർക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ മാർക്കോസ് സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 5 വരെയുള്ള വാക്യം നമ്മൾ വായിച്ചാൽ അവിടെ കാണാം,
6 ദിവസം കഴിഞ്ഞ് ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ചു കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി. അപ്പോൾ ഏലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷമായി യേശുവിനോട് സംഭാഷിച്ചു കൊണ്ടിരുന്നു. പത്രോസ് യേശുവിനോട്, റബ്ബി, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. ഊടാല ബഷാന്തര റിക്കോ റസ്യാന്തര. അപ്പൊ അവിടെയും പത്രോസ് ആഗ്രഹിച്ച എന്താണ്? കർത്താവെ, നമുക്കൊരു കുടിലൊക്കെ കൂട്ടി നമുക്ക് ഇവിടെ തന്നെ അങ്ങ് ഇരിക്കാം. പക്ഷെ കർത്താവ് എന്ന ഉദ്ദേശം എന്താണ്? കർത്താവിന്റെ പിതാവ് ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റാനാണ് കർത്താവ് വന്നത്. താൻ വന്നത് സകല മാനവരാശിക്കും വേണ്ടി തകർക്കപ്പെടുവാൻ, തൻ്റെ ജീവനെ നൽകുവാൻ, പാപമോചനം നൽകുവാൻ, ഈ രക്ഷ ഒരുക്കുവാൻ വേണ്ടിയാണ്. പക്ഷെ ഇവിടെ പത്രോസ്, അതാണ് പറഞ്ഞത്, പത്രോസിന് ആ ഒരു റെവലേഷൻ കിട്ടിയ സമയം പിന്നെയുണ്ട്, നമുക്കറിയാം. പക്ഷെ ഈ സമയത്ത് പത്രോസിലൂടെ ഹല്ലേലൂയ സംസാരിക്കുന്നത് ആരാണ്? പത്രോസിന്റെ ഫ്ലഷാണ്. ഹല്ലേലൂയ. കർത്താവ് എപ്പോഴും കൂടെ ഉണ്ടല്ലോ. കർത്താവ് കൂടെ ഉള്ളപ്പോൾ നല്ല ഭക്ഷണമുണ്ട്, മിറക്കിൾസ് ഉണ്ട്, രോഗസൗഖ്യമുണ്ട്. ഊരാല ശാന്തര അറിഖാര ബസ്യാന്തര. എപ്പോഴും കർത്താവ് കൂടെയുണ്ട്. അപ്പം ഈ കുടിലും കെട്ടി ഇവിടെ അങ്ങ് താമസിക്കാന്ന് പത്രോസ് വിചാരിച്ചു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ ഉദ്ദേശം എന്താണ്? അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാനാണ്. ഹാലേലൂയ. കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹാലേലൂയ. ഓ റിഖാലബ 2:8 അവൾ പറയുന്നു, അതാ എൻ്റെ പ്രിയന്റെ സ്വരം. വചനത്തിൽ നിൽക്കുന്നത് എപ്പോഴും നമ്മൾ ആ ഒരു എന്താ പറയുക, ശുശ്രൂഷയെ കാണിക്കുന്നു. ഉറക്കം 2 സെലോമോൻ 2:8. ഹാലേലൂയ. ഓ റബസ്യാന്തര. അതാ എൻ്റെ പ്രിയന്റെ സ്വരം, അവൻ മലകളിന്മേൽ ചാടി കുന്നുകളിന്മേൽ കുതിച്ചും കൊണ്ട് വരുന്നു. ഹാലേലൂയ. ഓ റിഖാല ബഷാന്തര. അവിടെ എന്താണ്? അബ്രഹാമിൻ്റെ, നമുക്കറിയാം, അബ്രഹാമിൻ്റെ അടുത്ത് വന്ന് 3 ദൂതന്മാർ വന്നു നിന്നു, അല്ലേ? വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ശുശ്രൂഷ കൊണ്ടിരുന്നു. അതുപോലെ അവിടെ വന്ന് ഗബ്രിയേൽ ദൂതൻ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ദൂതനാകുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എപ്പോഴും നിൽക്കുന്നതിനെ കാണിക്കുന്നത് ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അവളോട് ഇവിടെ, പ്രിയേ, നീ എഴുന്നേൽക്ക, എൻ്റെ സുന്ദരി വരിക. 2 പ്രാവശ്യം അവിടെ കർത്താവ് പറയുവാണ്, നീ ഈ യെരുശലേമിന്റെ വാളിനുള്ളിൽ നിന്ന് നീ പുറത്ത് വരണം. ഹല്ലേലൂയ. സഭയുടെ ഉത്തരവാദിത്വം കർത്താവ് കൊടുക്കുകയാണ് അവിടെ. ഹല്ലേലൂയ. നിങ്ങൾ യെരുശലേമിൽ മാത്രമല്ല, യഹൂദിയയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി നിങ്ങൾ കർത്താവിനെ സാക്ഷിക്കണം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറയുന്ന 7 കൂട്ടം കാര്യങ്ങളുണ്ട്. ഞാൻ അത് പറഞ്ഞ് മെസ്സേജ് ക്ലോസ് ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് അവളോട് അവിടെ 7 കൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം കർത്താവ് അവളോട് പറയുന്നത്, ശീതകാലം കഴിഞ്ഞു. ഹല്ലേലൂയ. രണ്ടാമത് കർത്താവ് പറയുന്നു, മഴയും മാറിപ്പോയി. മൂന്നാമത് പറയുന്നു, പുഷ്പങ്ങൾ കാണായി വരുന്നു. ഹല്ലേലൂയ. 4, വള്ളിത്തല മുറിക്കുന്ന കാലം വന്നിരിക്കുന്നു. 5, കുറുപ്രാവിന്റെ ശബ്ദം നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു. ഹല്ലേലൂയ. 6, അത്തിക്കായ്കൾ പഴുക്കുന്നു. 7, മുന്തിരിവള്ളി പൂത്തു സുഗന്ധം പരത്തുന്നു. ഹല്ലേലൂയ. ആർക്ക് മുന്തിരിത്തോട്ടത്തിൽ പോയിട്ടുണ്ട് ഈ കൂട്ടത്തിൽ? ഹല്ലേലൂയ. ഞാൻ പോയിട്ടുണ്ട്. എന്ത് രസാന്നറിയോ അതിൻ്റെ പൂക്കളൊക്കെ. ഹല്ലേലൂയ. റിഖാലാബ സ്യാന്തര. ആ പൂവിൻ്റെ മണം ഭയങ്കര സുഗന്ധമേറിയ മണമാണ്. ഹല്ലേലൂയ. ആ പൂക്കളൊക്കെ പൂത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം കൊച്ചു കൊച്ചു മുന്തിരിങ്ങ ഇങ്ങനെ അതിലിങ്ങനെ കാച്ചു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. എൻ്റെ പ്രിയേ, നീ എഴുന്നേൽക്ക. എൻ്റെ സുന്ദരി, നീ എഴുന്നേൽക്ക. ഹല്ലേലൂയ. എന്താ പറയുന്നേ? ശീതകാലം കഴിഞ്ഞു പോയി. നമുക്കറിയാം ഈ പാലസ്തീൻ നാട്ടിലൊക്കെ അവിടെ ശീതകാലം ഉണ്ട്. നമുക്കറിയാം, പ്രത്യേകിച്ച് നമ്മൾ കാനഡയൊക്കെ നമുക്കറിയാമല്ലോ, അവിടെ ഇങ്ങനെ 6 മാസം ഫുൾ മഞ്ഞിങ്ങനെ പൊഴിയുന്ന അത്രയ്ക്ക് തണുപ്പാണ്. ഹല്ലേലൂയ. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് പാലസ്തീൻ. ആർക്കും ആ സമയങ്ങളിലൊന്നും ഒരു ആക്ടിവിറ്റീസും നടക്കാത്തൊരു സമയമാണ്. എപ്പോഴും ഇങ്ങനെ മഞ്ഞ് പൊഴിഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. എന്താ പറയുക, ആൾക്കാരധികം പുറത്തോട്ടൊന്നും ഇറങ്ങത്തില്ല. അപ്പം ആ ഒരു കാലമാണ്. ഹല്ലേലൂയ. അപ്പം മഞ്ഞ് വീണതുകൊണ്ട് മഴ പെയ്യുമ്പോൾ എല്ലാം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് ഇവിടെ പറയുവാണ്, ആ ശീതകാലം കഴിഞ്ഞു. ഹല്ലേലൂയ. ഊരാബ ശന്തര. ശൂന്യമായ ആ കാലഘട്ടം കഴിഞ്ഞു. ഹല്ലേലൂയ.
ഇപ്പം പ്രവർത്തിക്കേണ്ട സമയമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം കാനഡയിൽ 6 മാസം ഈ മഴ പെയ്ത് മഞ്ഞ് പെയ്ത് കാറൊക്കെ ഇങ്ങനെ രാവിലെ എഴുന്നേക്കും മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കും. ഹല്ലേലൂയ. ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉണ്ട്, UK യിലും കാനഡയിലൊക്കെ. അവരൊക്കെ ഇങ്ങനെ ഫോട്ടോസ് അയച്ചു തരും അവിടെയുള്ള കാര്യങ്ങളൊക്കെ. ഹല്ലേലൂയ. രാവിലെ ഒരു വലിയ ജോലിയാണ് ഈ മഞ്ഞ് മാറ്റുക എന്നുള്ളത്. ഹല്ലേലൂയ. അത്രയ്ക്ക് മഞ്ഞ് പൊഴിയും. ഈ 6 മാസം ഒരു ആക്ടിവിറ്റി ശരിക്കും ഈ കൺട്രീസിലൊന്നും നടക്കത്തില്ല. ഹലബേശന്തര പ്രത്യേകിച്ച് നമുക്കറിയാം US ലും UK, കാനഡ ഒക്കെ. ഹല്ലേലൂയ. അപ്പോൾ ഈ 6 മാസം ഹല്ലേലൂയ ഇങ്ങനെ മൂടിക്കിടക്കും. ഈ 6 മാസം കഴിഞ്ഞ് ഈ രാജ്യങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം കാണാൻ കഴിയും. നല്ല ഭംഗിയുള്ള എന്താ പറയുക, പൂക്കൾ നിറഞ്ഞ മരങ്ങൾ കാണാം. ഹല്ലേലൂയ. പൂത്തുലഞ്ഞിങ്ങനെ കിടക്കുന്നത് കാണാം. ഹല്ലേലൂയ. എന്താണ് ഈ പുഷ്പങ്ങൾ ഇവിടെ കാണിക്കുന്നത്? പുഷ്പങ്ങൾ കാണിക്കുന്ന ജീവന്റെ തുടിപ്പുകളാണ്. ഹല്ലേലൂയ. ഓറിഖാലബശന്തര. എന്നിട്ട് കർത്താവ് പറയാണ്, വള്ളിത്തല മുറിക്കുന്ന കാലം വന്നിരിക്കുന്നു. നമ്മൾ ഇതിന്റെ ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിന്റെ ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിന്റെ 3-4 നമ്മൾ വായിക്കുവാണെങ്കിൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. 6 സംവത്സരം നിന്റെ നിലം വിതയ്ക്കണം, അവണ്ണം 6 സംവത്സരം നിന്റെ മുന്തിരിത്തോട്ടം വള്ളിത്തല മുറിച്ച് അനുഭവം എടുക്കണം. ഹല്ലേലൂയ. അതിന്റെ 4-ാം വാക്യം ഇപ്രകാരം പറയുന്നു, 7-ാം സംവത്സരത്തിലോ ദേശത്തിന് സ്വസ്ഥതയുള്ള ശബ്ബത്തായ യഹോവയുടെ ശബ്ബത്തായിരിക്കണം. നിന്റെ നിലം വിതയ്ക്കുകയും മുന്തിരിത്തോട്ടം വള്ളിത്തല മുറിക്കുകയും ചെയ്യരുത്. ഹല്ലേലൂയ. നമുക്ക് ഈ 7 നമുക്കറിയാം. ഹല്ലേലൂയ. 7 പൂർണ്ണതയെ, പെർഫെക്ഷനെ കാണിക്കുന്നു. ഹല്ലേലൂയ. 7-ാം ദിവസം ശബ്ബത്ത് ദിവസമാണ്. യഹൂദന്മാർ ഒന്നും ചെയ്യാത്തൊരു സമയമാണ്. ഹല്ലേലൂയ. പക്ഷേ ഇവിടെ കർത്താവ് പറയുവാണ്, വള്ളിത്തല മുറിക്കുന്ന കാലം വന്നിരിക്കുന്നു. ദാറ്റ് മീൻസ് 8-ാം വർഷത്തിലേക്ക് കടന്നു കഴിഞ്ഞു. 8-ാം വർഷം 8 എന്തിനെ കാണിക്കുന്നു? ഹല്ലേലൂയ. അത് വള്ളിത്തല മുറിക്കുന്ന സമയമാണ്. അത് റിസറക്ഷനെ കാണിക്കുന്നു. ഹല്ലേലൂയ. ഒരു എന്താ പറയുക, ഒരു പുതിയ തുടക്കത്തിനെ കർത്താവ് കാണിക്കുന്നു. കർത്താവ് നമ്മളോട് അതാണ് പറയുന്നത്. ഹല്ലേലൂയ. I am going to do a new things for you. New doors are going to be opened. Hallelujah. അതുകൊണ്ട് നിങ്ങൾ ഇനിയും എന്താ പറയുക, ശീതകാലത്ത് നിങ്ങൾ തളർന്നിരുന്നത് പോലെ, ഉറക്കം മയങ്ങിയിരുന്നത് പോലെ ഇരിക്കാതെ നിങ്ങൾ ഊർജ്ജസ്വലരായി എനിക്ക് വേണ്ടി ഇറങ്ങേണ്ട സമയമായി എന്നാണ് കർത്താവ് പറയുന്നത്. ലബശന്തരെ നമ്മൾ ലേവ്യ പുസ്തകം 14-ാം അധ്യായം 10-ാം വാക്യം നമ്മൾ വായിച്ചാൽ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഹാലബശക്കരബ. നമുക്കറിയാം കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്താണ്? 8-ാം ദിവസം അവൻ ഊനമില്ലാത്ത 2 ആൺകുഞ്ഞാടിനെ, 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു പെൺകുഞ്ഞാടിനെയും ഭോജനയാഗമായിട്ട് എണ്ണ ചേർത്ത് 3 ഇടങ്ങഴി നേരിയ മാവും 1 കുറി എണ്ണയും കൊണ്ടുവരണം. ശുദ്ധീകരണം കഴിക്കുന്ന പുരോഹിതൻ ശുദ്ധീകരണം കഴിയുന്നവരെ അവയുമായി യഹോവയുടെ സന്നിധി സമാഗമന കൂടാരത്തിൽ വാതിൽക്കൽ നിർത്തണം. ഹല്ലേലൂയ. നമുക്കറിയാം അവിടെയും ഈ കുഷ്ഠരോഗി ശുദ്ധീകരണം നടത്തുന്നത് 8-ാം ദിവസമാണ്. അവൻ ശുദ്ധനെന്ന് അവർ ഡിക്ലെയർ ചെയ്യുന്നത് ഹല്ലേലൂയ ഈ 8-ാം ദിവസമാണ്. ഹല്ലേലൂയ. അപ്പം 8-ാം സംവത്സരമാണ്. പുനരുത്ഥാനത്തിന്റെ ശക്തിയെ 8-ാം നാൾ കാണിക്കുന്നു. 8-ന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഹല്ലേലൂയ. ന്യൂ ബിഗിനിങ്. ഇത്രയും നാൾ അവരുടെ ജീവിതത്തിൽ ഒരു ഉറക്കത്തിൻ്റെ സമയമായിരുന്നു. ഹല്ലേലൂയ. ആക്ടിവിറ്റീസ് ഒന്നും അവർ ചെയ്യാതെ തളർന്ന് ആ വാളിനുള്ളിൽ, യെരൂശലേം മതിലുകൾക്കുള്ളിൽ ഹല്ലേലൂയ ഒരു ഉറക്കത്തിൻ്റെ അവസ്ഥയിലായിരുന്നു. ഹല്ലേലൂയ. അത് മാറി ജീവന്റെ തുടിപ്പ് നമ്മളിൽ വരുവാൻ ഹല്ലേലൂയ കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യുവാണ്. പിന്നെ കർത്താവ് എന്താണ് പറയുന്നത്? ഹല്ലേലൂയ. കുറുപ്രാവിന്റെ ശബ്ദം കേൾക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭൂമിയിൽ കർത്താവിന്റെ മക്കളുടെ സ്തുതി, സ്തോത്രം, പാട്ട്, ആരാധന ഒക്കെ കേൾക്കുന്നു. അത്തിക്കായ്കൾ പഴുക്കുന്നു. ശീതകാലം കഴിഞ്ഞു. വേനലിലോട്ട് കയറുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 32-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ ഹല്ലേലൂയ റിഖാലബസ്യാന്തര 32-ാം വാക്യത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. അതിൻ്റെ കൊമ്പ് ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഹല്ലേലൂയ. ലൂക്കോസ് 21 ഞാൻ എടുക്കുന്നില്ല, സമയമില്ല. ഹല്ലേലൂയ. അവിടെയും നമ്മൾ ഇത് തന്നെയാണ് കാണുന്നത്. ഹല്ലേലൂയ. യഹൂദനെ കർത്താവ് എന്തിനാണ് ശപിച്ചത്?
കർത്താവ് ആ ഫലം നോക്കി വന്നപ്പോൾ അവനിൽ ഫലം കാണാത്തത് കൊണ്ടാണ് ആ അത്തിയെ കർത്താവ് ഹാലേലുയ ശപിച്ചത്. ഹാലേലൂയ. റിഖാലാബ ശാന്തര റിക്കോ റസ്യാന്തര. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഹാലേലൂയ അവൻ ഈ ഫലം പുറപ്പെടുവിക്കുന്നത് ഹാലേലുയ കഷ്ടതയിൽ നിന്നാണ്. ഹാലേലുയ ട്രിബുലേഷനിലൂടെ കടന്നിട്ടാണ് ഈ ഫലം ഉണ്ടാകുന്നത്. ഹാലേലുയ. നമുക്കറിയാം റോമാലേഖനം 5:3 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാം കഷ്ടത സഹിഷ്ണുത, സഹിഷ്ണുത സിദ്ധതയെ, സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു. കഷ്ടത നമ്മളിൽ വരാതെ എങ്ങനെയാണ് ദൈവമക്കളെ നമുക്ക് സഹിഷ്ണുത ഉണ്ടാകുന്നത്? സഹിഷ്ണുത വരുമ്പോഴാണ് നമുക്ക് എന്താ പറയുക സിദ്ധത ഉണ്ടാകുന്നത്. സിദ്ധത ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അംഗീകാരം ഉണ്ടാകുന്നത്. അതുകൊണ്ട് റോമാലേഖനം 5-ാം അധ്യായം 3-ാം വാക്യം എല്ലാ ദൈവമക്കളും കർത്താവിനെ രക്ഷിതാവ് കർത്താവായി സ്വീകരിച്ച എല്ലാ ദൈവമക്കളും ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകും. ഹാലേലൂയ. എങ്കിൽ മാത്രമേ റോമാലേഖനം 5:3 നമ്മളിൽ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഇന്നർ മാൻ സ്ട്രെങ്തൻ ചെയ്യണം. ഹാലേലൂയ. നമ്മുടെ അകത്തെ മനുഷ്യൻ രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ ശക്തി പ്രാപിക്കണമെങ്കിൽ ഹാലേലൂയ ആ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകണം. 7-മത്തത് മുന്തിരിവള്ളി പൂത്തു സുഗന്ധം വീശുന്നു. മുന്തിരിവള്ളിയിൽ ഉണ്ടാകുന്ന ചെറിയ പൂക്കളാണ്, ഞാൻ പറഞ്ഞല്ലോ നല്ല മണമാണ് ആ പൂക്കൾക്ക്. ഹാലേലൂയ. ഊറിബാല ശാന്തര. ആ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് 100% ഷുവറാണ് അതിനകത്ത് മുന്തിരിക്കൊല ഉണ്ടാവുന്നത്, മുന്തിരി ഉണ്ടാകും എന്നുള്ളത്. ഹാലേലൂയ. ധാരാബ ശാന്തര റിഖാരാബ സ്യാന്തരെ. എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തില്ല. അവൾ ആ 1-ാം അധ്യായത്തിൻ്റെ സോങ് ഓഫ് സോളമൻസ് 1:6 പറയുന്നുണ്ട്, എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ അന്ന് കാത്തില്ല. പക്ഷെ ഇപ്പോൾ അവൾ ഹാലേലൂയ ഇതെല്ലാം ഈ 7 കൂട്ടം കാര്യങ്ങൾ ഹാലേലൂയ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഹാലേലൂയ ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയി, പുഷ്പങ്ങൾ കാണായി വന്നു, വള്ളിത്തല മുറിക്കുന്ന കാലം വന്നിരിക്കുന്നു, കുറുപ്രാവിൻ്റെ ശബ്ദം നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു, അത്തിക്കായ്കൾ പഴുക്കുന്നു, മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം പരത്തുന്നു. ഈ 7 കാര്യങ്ങൾ പറഞ്ഞ് കർത്താവ് നമ്മളെ ഉണർത്തുകയാണ് ഇന്ന് രാത്രി. ഹാലേലൂയ. വ്രിഖാലാബ ശാന്തര വ്രിഖാ റബസന്തരെ. ആ 22-ാം സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ നമുക്ക് കാണാം ഹാലേലൂയ ഞാനത് ബൈബിൾ എടുത്തു വേണം വായിക്കാൻ. മാൻപേടെ കുറിച്ച് പറഞ്ഞിട്ടാണ് ആ സങ്കീർത്തനം തുടങ്ങുന്നത്. ആരോഹണം എന്നുള്ള പാട്ട് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങണം. മാൻപേടെ ഇവിടെ എന്താണ് അത് കാണിക്കുന്നത്? അത് എന്താണ്? എനിക്കത് ഭയങ്കര അത്ഭുതമാണ്. ശരിക്കും നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ്, കർത്താവേ എൻ്റെ കാലുകൾ മാൻപേടെ കാല് പോലെ ആക്കണേ, എന്നെ ഉന്നതികളിൽ നടക്കുമാറാക്കണമേ, അല്ലേ? അതൊരു പ്രോഫസിയാണ് ആക്ച്വലി. ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ മാനിന് ആക്ച്വലി ഇതിന് മലകൾ കയറാൻ, പാറക്കെട്ടുകളിൽ ചാടിക്കയറാനും, ഇത് ഇടയ്ക്കൊന്ന് താഴേക്ക് കാല് വഴുതിയാലും അത് ഗ്രിപ്പോടുകൂടി കാലുകൾക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു കഴിവ് ഈ മാനിനുണ്ട്. ഹാലേലൂയ. റിഖാലാബ ശാന്തര. അപ്പം നമുക്ക് സ്വയം കഴിവില്ല, നമ്മൾ യേശുക്രിസ്തുവിൽ ആശ്രയിച്ച് മാത്രമേ ഹാലേലൂയ നമുക്ക് അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും ഓരോ പ്രതികൂലങ്ങളെ ചാടിക്കേറി കർത്താവിൻ്റെ ശുശ്രൂഷകൾ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഹാലേലൂയ. അപ്പം ആ കർത്താവിലൂടെ അങ്ങനെ നമ്മൾ പോകുമ്പോൾ കർത്താവിൻ്റെ ജീവൻ്റെ തുടിപ്പ്, ജീവജലത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി നമ്മുടെ മേൽ വ്യാപരിച്ച് ആ എന്താ പറയുക, മാൻപേടകൾ ചാടി ചാടി മലകൾ കയറി പോകുന്നത് പോലെ we will go to higher levels. ഹല്ലേലൂയ. നമ്മളൊരു കഷ്ടതയിലൂടെ പോകുന്നെങ്കിൽ നമ്മൾ ഓർത്തോളണം, God is going to anoint us for the higher things. നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്യാൻ പോവുക. അതുകൊണ്ടാണ് നമ്മൾ ആ വഴികളിലൂടെ നടക്കേണ്ടി വന്നത്. ഹല്ലേലൂയ. എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യം, ഹല്ലേലൂയ, കഴിഞ്ഞ ദിവസം ഞാൻ അറിയാൻ കഴിഞ്ഞത്, നേപ്പാൾ കാഠ്മണ്ഡു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹല്ലേലൂയ ഉണർവ് വന്നു കഴിഞ്ഞു ദൈവമക്കളെ. അവിടെ നിന്ന് കാറ്റ് നേരെ നമ്മുടെ ബോർഡേഴ്സ്, ഇന്ത്യയിലെ എല്ലാ ബോർഡേഴ്സിലേക്കും അടിച്ചുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് കർത്താവിൻ്റെ ഉണർവിൻ്റെ കാറ്റ് നമ്മുടെ ദേശത്തേക്ക് അടിക്കാൻ പോവുക. ആർ വി റെഡി ടു റിസീവ് ദാറ്റ് റിവൈവൽ? നമ്മൾ റെഡിയാണോ? അതോ കർത്താവ് ഇന്ന് രാത്രി നമ്മളോട് പറയുന്നത് പോലെ ഇന്നും മയക്കത്തിലാണോ? ആ യെരുശലേമിൻ്റെ ഉള്ളിൽ മയങ്ങിയിരിക്കുവാണോ?
ഈ 7 കൂട്ടം കാര്യങ്ങൾ ഇന്ന് രാത്രി നമ്മളോട് പറഞ്ഞ് കർത്താവ് നമ്മളെ വിളിക്കുക. എൻ്റെ പ്രിയേ സുന്ദരി, നീ എഴുന്നേൽക്ക, എറൈസ്, ഹാലേലൂയ, നീ എൻ്റെ ശുശ്രൂഷ ചെയ്യുക. പത്രോസിനോട് പറഞ്ഞു കർത്താവേ, പത്രോസിനോട് 3 പ്രാവശ്യം കർത്താവ് ചോദിക്കുന്നുണ്ട് അല്ലേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കും. അപ്പം പത്രോസ് പറയുന്നു കർത്താവേ, നീ എന്നെ അറിയുന്നു, നീ ഹാലേലൂയ, നീ സകലതും അറിയുന്നു, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. ഹാലേലൂയ. ഈ വർഷങ്ങളാൽ നമ്മളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ. ഹാലേലൂയ. അമ്മ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ ആ പാസ്റ്ററെ വിളിക്കട്ടെ. ധാരാശാന്തരാറി കോറസ്യാന്തര, ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കണേ അമ്മ. ശാന്തരേ കോറസ്യാന്തര ലവശന്തരേ